ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ, റാഹത്തല്ലേ? അപ്പോൾ കുറച്ച് മുന്നേ ഞങ്ങൾ കണ്ട വീഡിയോ ഞങ്ങളെ നാട്ടിലുള്ള ഓണാഘോഷ പരിപാടീൻ്റെ ആട്ടോ. അതിൽ ഞാൻ എൻ്റെ വോയിസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടോ. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെയാണ് നല്ല സഹകരണവും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേട്ടോ ഘോഷയാത്രയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് നല്ല ഐക്യത്തോടെയും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ. എനിക്ക് ഇവിടെ വന്നതിൽ ഇവിടെ തുടങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ അവർ ഐക്യതയാണ്. ഇതിൻ്റെ മുന്നേ 2-3 കാര്യങ്ങളും ഈ കെട്ട് കെട്ടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ. എൻ്റെ കസാരയിൽ ഒരുപാട് തുണി കൂടി കിടക്കില്ലേ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യട്ടോ. അപ്പോൾ തിരുമ്പിയതൊക്കെ ഞാൻ കൊണ്ടുപോയി കസാരയെ കൊണ്ടുപോയിട്ടാ. ഇനിയിപ്പോൾ നാളെ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണങ്ങി കിട്ടണം. മുകളിൽ നമ്മളെ കോണിക്കൂടിൻ്റെ ഉള്ളിൽ അയലുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഐക്യതയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും ഒക്കെ എല്ലാവരും ഐക്യതയിലാണ് കേട്ടോ. അപ്പോൾ കുറേ ഒച്ചുണ്ട് കേട്ടോ മുറ്റത്ത്. കുറേയൊക്കെ ഞാനിതാ വെള്ളമാക്കി ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഇതാ ഒന്നിനെ കണ്ടപ്പോൾ ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോഴാണ് കേട്ടോ ഒരു ഓന്തിനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ചെറുതാകുമ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്ന ആ ഒരു ഓർമ്മ കേട്ടോ. ഓന്ത് നമ്മളെ നോക്കിയിട്ട് ചോര കുടിക്കുന്നു. അത് ഇപ്പോഴും ഞാൻ ചിരിക്കിട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ എന്താണ് പൂക്കളൊക്കെ പൊത്തി പിടിച്ചിട്ടാട്ടോ നടക്കുക. പൂക്കളിൽ കൂടെയാണ് ചോര കുടിക്കുക. അത് അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ നോക്കണ അതിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അന്ധവിശ്വാസങ്ങളാണ്. പക്ഷെ ചെറുതിൽ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്കതൊരു വിശ്വാസമായിരിക്കുമല്ലോ. ഒരു തരം പൂവുണ്ട് കേട്ടോ, ഒരു മഞ്ഞപ്പൂവ്. ആ മഞ്ഞപ്പൂവിൻ്റെ മൊട്ട് ഉണ്ട്. അത് നമ്മളൊരു 7 നുള്ളിൻ്റെ അന്ന് മധുരം കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. ആ പൂവ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കാണിച്ചു തരണ്ട കേട്ടോ. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ. 2 മൈനേനെ കണ്ടാൽ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞതാലേ ഞാൻ. ഇത് കണ്ടോ റംബൂട്ടാൻ നമ്മൾ ഇപ്രാവശ്യം ഉമ്മയൊക്കെ കൊണ്ടു തന്നു, ആങ്ങളെ കൊണ്ടു തന്നൊക്കെ റംബൂട്ടാൻ ഇല്ലേനോ, അതൊക്കെ അവിടെയും വേണ്ടിയിട്ട് മുളച്ചതാണേ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ കുറച്ചൊരു വളം പോലുള്ളൊരു മണ്ണാണ് ഇത്, മുകളിൽ നിന്ന് ഇങ്ങനെ വീണിട്ടുള്ള തൊരാനൊക്കെ ആക്കിയിട്ടുള്ള. അപ്പോൾ അതെടുത്തിട്ട് ഈ മണ്ണിൽ കൊണ്ടുപോയി വെച്ച്. അതേപോലെ ഇനി ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ മുളച്ച ഭാഗം മുറിച്ചൊഴിവാക്കിയിട്ട് കുഴിച്ചിടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോണതിനോണ്ട് ഇനിയിപ്പോൾ മഴ ഒന്നും ഇല്ലാത്തതിനോണ്ടേ അങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റുമോ അങ്ങനെയുള്ളൊരു കുഴപ്പത്തിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂർക്കലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പൊന്തി വരുന്നുണ്ട്. ശരിക്കിത് പൊട്ടിച്ച് കുഴിച്ചിടണം എന്നാണ്. നോക്കട്ടെ, അതൊക്കെ ഇനിയിപ്പോൾ പോയി വന്നിട്ട് ചെയ്യണം, മണ്ണൊക്കെ കൂട്ടിയിട്ടേ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇനി നടന്നു പോണത് ഉമ്മച്ചി കറ്റാർവാഴ കുഴിച്ചിട്ടതും അതേപോലെ നമ്മളെ കഞ്ഞിക്കുറുക്കൽ കുഴിച്ചിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതാക്കാനാ. നമ്മൾ ഓല കൊണ്ടുവന്നിട്ടിട്ട് ഓലൻ്റെ ഈള് പോക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല തലവേദനയും എന്തോ ഒരു തലകറക്കമൊക്കെ ഉണ്ടായിനിന്നപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തൊപ്പക്കേങ്ങൊക്കെ അതിലുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അതൊക്കെ ഇനി എപ്പോഴാണ് മാന്തൻ്റെ സമയമൊന്നും നോക്കണം. എന്നിട്ട് അത് മാന്തി വെക്കണം. എന്തായാലും 2 കേങ്ങെങ്കിലും കിട്ടാതിരിക്കൂല. വിളവെടുക്കുമ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഞാൻ പാചകറിയും പൂരിയാണ് ഉണ്ടാക്കിയത്. ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ലൈവ് ഒന്നും ആർക്കും കേൾക്കണമൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർക്ക് കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി വീഡിയോയിലും വോയിസ് കുറവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോഴും പാചകറി ഉണ്ടാക്കുമ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഞാനത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അയൽവാസി കുട്ടി ഞണ്ടീനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ മുറ്റത്ത് കൊണ്ടുപോയി ഞാൻ വീഡിയോ എടുക്കട്ടെ അതങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. എന്തൊരു ഐശൂട്ടിയാണല്ലോ ആ മോനുസായാലും എന്തൊരു ധൈര്യത്തിലാണ് അറിയോയോ ഞണ്ടിനെ പിടിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം ആവട്ടെ. എനിക്ക് പേടിയാണ്. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇതാവൂലേ. ആയിഷക്കുട്ടി ഇതിനെ കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു മോളങ്ങനെ കാലുകൊണ്ട് ചവിട്ടരുത്, ജീവനുള്ളൊരു ജീവിയല്ലേ. നമ്മളൊരാൾ കരുതിക്കൂട്ടി ചവിട്ടുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും. അല്ല സങ്കടം അങ്ങനെയാണെങ്കിൽ കഴിക്കരുത് എന്നായിരിക്കില്ലേ നിങ്ങൾ പറയുക. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു എന്തിനെ ഒരു ബഹുമാനിക്കണേ. കഴിക്കാൻ നമ്മളതിനെ കൊന്നു തിന്നുകയാണ്, എന്നാലും ചെരുപ്പ് കൊണ്ടൊക്കെ ചവിട്ടുമ്പോൾ അതിനൊരു ബഹുമാനമില്ലാത്ത പോലെയാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനൊരു ബഹുമാനിക്കണേ. നമ്മൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ കാലുകൊണ്ട് ചവിട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ.
അങ്ങനെ എനിക്കങ്ങനെ തോന്നും കേട്ടോ, അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നൊക്കെ. അതാട്ടോ ഞാൻ അവളോട് ഇങ്ങനെ പറയും, കാലോണ്ട് ചവിട്ടരുത് മോളെ, അതിനെ പാവല്ലേ, അത് നമ്മൾ കഴിക്കാനൊന്നും എടുക്കില്ലല്ലോ. അപ്പം ഞാൻ ആ മോനൂസിനോട് പറഞ്ഞു, മോൻ പോയിട്ട് തോട്ടിൽ തന്നെ കൊണ്ടുപോയിടുക, അതിനെ കൊല്ലണ്ട, അമ്മ കഴിക്കാൻ പറ്റാത്തതല്ലേ, അങ്ങനെ കൊണ്ടുപോയിടുക തന്നെ. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഏഞ്ഞ് പോണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അതിനെ പിടിച്ചു വെക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഒച്ചിനെ പിന്നെ ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഉപ്പിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ഒച്ച്, എല്ലാ ദിവസവും വരും. ഞാൻ വീഡിയോയിൽ എത്തിക്ക ദിവസം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈവിൽ ഞാൻ എന്താ പറഞ്ഞു വന്നറിയോ, എൻ്റെ ഡിവോഴ്സിൻ്റെ പേപ്പറിൽ ഭാര്യയ്ക്ക് പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പലതും എഴുതി ചേർക്കും, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. അപ്പോൾ ഒരിക്കലും അത് നിങ്ങൾ എഴുതരുത് കേട്ടോ വക്കീൽ പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, നമ്മളങ്ങനെ അച്ചടിക്കുമ്പോൾ അതിൽ വരുന്നതാണ്. അപ്പം നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കുറേ ആൾക്കാർക്ക് ഡിവോഴ്സ് കൊടുക്കണതിനോണ്ട് അതിലുള്ള. അപ്പം നമ്മളൊരു വായിക്കാത്ത ഒരാളാണെങ്കിൽ വായിച്ച് നോക്കാതെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ വരൂലേ. നമ്മൾ ഒരാളെ ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കാൻ പാടില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയിട്ടോ. അങ്ങനെ ഞാൻ വേഗം അത് തിരുത്തിച്ചിട്ട് വേറെ പേപ്പറാക്കി. ഞാൻ ഡിവോഴ്സ് പേപ്പർ എൻ്റെ ഫോണിലുണ്ട് കേട്ടോ ഇപ്പോഴും, അതിൻ്റെ ഫോട്ടോ. അപ്പോൾ അതിലൊരു നേർത്ത ഒരു പൂളുണ്ടായിന് കേട്ടോ. നമ്മളതിൽ അത് ഇന്നാൾ പറിച്ചതിനെ പോലെ തന്നെ ഒരു പൂളുണ്ടായിന്. അപ്പോൾ അവർക്ക് തിന്നാൻ പൂതിയായതിനോണ്ട് അജുവി ഐശ്വയും അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. ഇപ്പം ഇന്നാൾ പറിച്ചാലും ഒറ്റ കൊള്ളിയനെ ഉണ്ടായിട്ടുള്ളൂ. ഇതിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് ആവി എടുക്കാം. അപ്പം അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര ആവി എടുക്കുന്നു എന്തോ. അതേപോലെ വീഡിയോക്കൊക്കെ വ്യൂസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ലൈവിലൊക്കെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കയറുന്ന വരുമാനം കുറഞ്ഞിട്ടോ. നമുക്ക് 2 മാസം കൂടുമ്പോൾ ഇപ്പോൾ വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കറിയില്ല, അജുബ അതിൻ്റെ ഇടയിൽ ഇത് പറിച്ച് വീണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ എന്നോട് അജു പറഞ്ഞു, ആ വീഡിയോയിൽ വെക്കണ്ട കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അത് കുഴപ്പമില്ല മോളെ, വീണതും എനിക്കൊരു കാലത്ത് ഓർക്കാലോ, പൂള പറിച്ച് വീണെന്ന്. അപ്പം ഇന്നാൾ കിട്ടിയതിൻ്റെങ്ങാട്ടി ചെറുതാട്ടോ, കൊമ്പും ചെറുതായിരുന്നു. പച്ചപ്പൂള തിന്നാനുള്ള ആഗ്രഹമല്ല, നമ്മൾ എന്താ പറയുക, വളമോ അങ്ങനത്തെ മറ്റേ ഈ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടായതല്ലേ. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ പച്ചപ്പൂള തിന്നാട്ടോ, ഒരുപാട് തിന്നില്ലെങ്കിലും. അപ്പോൾ ഐശുട്ടി കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, അവളെ ഇടത്തെ കൈക്കാട്ടോ മുറിവുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കഷ്ണങ്ങളൊന്നുമില്ല. ഒരാഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതാക്കി കൊടുക്കണം. ഈ വീഡിയോയിലേ ഞാൻ എൻ്റെ മുഖം കാണിച്ച് വെച്ച് എന്താ പറയുക, മക്കൾ വീഡിയോയിൽ വല്ലാതെ കാണിക്കും, നമുക്ക് വീഡിയോ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. നമ്മളെ വീഡിയോക്കൊക്കെ കണ്ടില്ലേ, അപ്പം തീരെ വ്യൂസൊക്കെ കുറവാണ്. പിന്നെ സാധാരണ വ്ളോഗല്ലേ, നമ്മൾ ആരെയും ചീത്ത പറഞ്ഞിട്ടും ആരെയും വേദനിപ്പിച്ചിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ഒരുപാട് ആൾക്കാർക്ക് ദിലീപിനെയും മഞ്ജു വാര്യരൊക്കെ അറിയാമല്ലേ. മഞ്ജു വാര്യരും ദിലീപും ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ കണ്ടപ്പം രണ്ടാളും കൂടി ഷെയ്ക്കൻഡ് കൊടുക്കണ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്നോട് എല്ലാവരും പറയുമ്പോൾ ഡിവോഴ്സ് ചെയ്തതാണ്, അപ്പം നമ്മളെ ഡിവോഴ്സ് ചെയ്തതിനോണ്ട് ഇവരെ ഉപ്പാനെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല എന്നൊക്കെ കേട്ടോ. അത് തന്നെ നമ്മൾ ഒരു പുരുഷന്മാരോടും അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിച്ച് നടക്കണവർക്കാണ് കേട്ടോ. നമ്മൾ തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. നമുക്കിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എത്രയും ആണുങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമുക്കൊരു കാണാതെ പോരാൻ കഴിയുമോ? ഇല്ലല്ലോ. നമ്മൾ ഈ കേരളത്തിൽ അത് നടക്കുന്നൊരു കാര്യമല്ല. ഹിജാബൊക്കെ ഇട്ട് നടക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ഹിജാബ് ഇട്ട് നടക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവരെ ഉപ്പാനെയും നമ്മൾ പരിഗണിക്കുക, കണ്ടാൽ നമ്മൾ ചിരിക്കും, എന്താ വർത്താനം സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അല്ലാതെ വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഞാൻ കാണിക്കാറില്ല. പൈശുവിൻ്റെ കയ്യിൻ്റെ അവിടെ കണ്ടില്ലേ പൊള്ളിയത്, കുറച്ച് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ വട്ടത്തിൽ. ഓള് മറിച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഓള് സ്വന്തമായിട്ട് ഇട്ടതാണ് കേട്ടോ കയ്യിൽ മൈലാഞ്ചി. ഇന്നലെ എന്തോ ആവശ്യത്തിന് പൈസ ചില്ലറാക്കിയപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വാങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മൾ വാടക വീടില്ലായിരുന്നോ, അവിടേക്കൊന്ന് ജസ്റ്റ് പോയി വെക്കാൻ വേണ്ടി പോയി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവിടെ ഒരു കുഞ്ഞുമാവ ഉണ്ടായിന്, അതിനെ കളിപ്പിച്ച് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇവിടെ വൈഫൈക്ക് പ്രശ്നം ഉണ്ടായിനി, അപ്പോൾ വൈഫൈ ഒന്ന് ശരിയാക്കി. ഞാൻ ഈ വീഡിയോ രാവിലെ ഇടണം വിചാരിച്ചായിരുന്നു. പിന്നെ കടലയായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കടല പുഴുങ്ങി അത് കഴിച്ചു. വൈഫൈൻ്റെ ആൾക്കാരെ കാത്തിരിക്കുകയാണ്, തേൾപ്പാറ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അവിടെ പോകണം, നല്ല സദ്യയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. സദ്യ കഴിക്കാൻ കഴിയുമോ അറിയില്ല, ഞാൻ അവിടെ എപ്പോഴാണ് എത്തുകയെന്നും അറിയില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുക കേട്ടോ വീഡിയോ. അപ്പോൾ
ഒരു എപ്പോഴും ഇങ്ങനെ ഇതിനെ കണ്ട അപ്പം ഞാൻ വേഗം പോയിട്ട് ഉപ്പുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് തള്ളിയിടും ഇതിനെ ഏത് സമയമായാലും എന്ന് വെച്ചാൽ നമ്മൾ കാത്തിക്കരുത് പിന്നെ അതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇതിനെ കൊന്നിടണം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും ഒരു സാധനം നമ്മൾ വീട്ടിൽ വെക്കൂല ഇത് മുരിങ്ങമരം കേട്ടോ ഞങ്ങളെ മുരിങ്ങമരമൊക്കെ ഉഷാറായിട്ട് വലുതായി വരുന്നുണ്ട് ഇനി മുരിങ്ങൻ്റെ ഇലേൻ്റെ കറിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കണം എൻ്റെ അജുവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങൻ്റെ ഇലക്കറിയും പത്തിരിയും തേങ്ങ അരച്ച കറിയും പത്തിരിയും അപ്പം ഈ ഒച്ചിങ്ങനെ വികാൻ ഭയങ്കര ഒരു മടിയുള്ള പോലെ അതിന് എന്നെ തന്നാലെ വിൽക്കൂട്ടോ വീണാണ്ട് ചത്തു പോയിക്കോളും എന്താണ് ഈ ഇതിനൊരു പരിഹാരമില്ല കേട്ടോ ഓരോരുത്തരുടെ വീട്ടിൽ ബക്കറ്റ് കണക്കിനാട്ടോ ഈ ഒച്ചൊക്കെ ഉള്ളത് ഇത് എല്ലാ ചെടികളും എനിക്ക് നല്ല മുളകിൻ്റെ വിത്തൊക്കെ എൻ്റെ അയൽവാസികൾ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ട് അതിൻ്റെ ഇല മുഴുവനും തിന്നു തീർത്ത്